ഈ ചൂട് സമയത്ത് ഹൈ ഹീറ്റിൽ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. പിന്നെ ചിലരോട് കമന്റിൽ പറഞ്ഞു കല്യാണത്തിന് പോകുമ്പോൾ, കല്യാണം പോലുള്ള ചടങ്ങുകൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം ഇതാണ് കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ അടിക്കേണ്ട സാധനം. ഇപ്പോൾ കല്യാണത്തിന് വധുവാണെങ്കിലും ചെറുക്കനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം കല്യാണം ആ ഒരു ചടങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഉപയോഗിക്കുക. കാരണം ഒരുപാട് പെർഫ്യൂംസിന്റെ ഒക്കെ ഏറ്റവും വില കൂടിയ പെർഫ്യൂംസ് ആണെങ്കിലും നീഷ് ആണെങ്കിലും അതിന്റെയൊക്കെ ക്ലോണുകൾ ഇൻസ്പയർഡ് പെർഫ്യൂംസ് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ അടിച്ചിട്ട് പോയാലും നിങ്ങൾ ഇടവും വലവും നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരുപക്ഷെ ഇതിന്റെ ക്ലോൺ ആയിരിക്കും ഉണ്ടാവുക. ഫലത്തിൽ ഇതെല്ലാം സെയിം സ്മെല്ലായിരിക്കും. അപ്പൊ ആളുകൾക്ക് നമ്മൾ ഒറിജിനൽ വാങ്ങി അടിച്ചു എന്നുള്ള ഒരു ഫീൽ പോലും തോന്നുന്നില്ല. അതേസമയം എർബാപുര ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ അധികം ആളുകളുടെ എത്തിയിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ 1-2 ആൾക്കാർ ചോദിച്ചു എർബാപുര ഗോൾഡ് റിവ്യൂ ചെയ്യാൻ. നമ്മുടെ കയ്യിലിരിക്കുന്നത് എർബാപുര ഗോൾഡ് ആണ്. എർബാപുര കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ എനിക്കറിയില്ല, മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയിൽ വില്ലൻ ഉപയോഗിച്ച പെർഫ്യൂം എർബാപുര ആയിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ ആ പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ഉടനെ തന്നെ പെർഫ്യൂം വാങ്ങി റിവ്യൂ ചെയ്തു. അന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ ഡീക്കന്റ് വേണമെന്നുള്ളത്. പക്ഷെ ആ സമയത്ത് നടന്നില്ല. അത് പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ച് തീർത്തു. 2-3 മാസം കൊണ്ട് അടിച്ച് തീർത്തു. അത് പിന്നീട് ഞാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ച ഒന്നാണ് എർബാപുര ഗോൾഡ്. എർബാപുര തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി വെൽ റിഫൈൻഡ് ആയിട്ടുള്ളത്, കുറെ കൂടി നോട്ടുകളോട് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള, കുറച്ച് പ്രിസൈസ് ആയിട്ടുള്ളത് അവർ ഇറക്കിയതാണ്. പുതുക്കിയ പതിപ്പാണ് എർബാപുര ഗോൾഡ്. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാർക്കോ സിനിമ കണ്ടിട്ട് എർബാപുര ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ചവർ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യും. രണ്ടും സെയിം സ്മെല്ല് തന്നെ, പക്ഷെ ഇത് കുറെ കൂടി എന്താണെന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാം. 2016 ഈ പെർഫ്യൂം ഇറങ്ങിയത്. 10 കൊല്ലമായി ഈ പെർഫ്യൂം ഇറങ്ങിയിട്ട്. പക്ഷെ മലയാളികൾക്ക് പലർക്കും എർബാപുര അല്ലെങ്കിൽ സെർജോഫിന്റെ ഈ ഒരു പെർഫ്യൂം അറിയില്ല. പെർഫ്യൂം റിവ്യൂ കാണുന്നവർക്കറിയാം, പെർഫ്യൂം കളക്ഷൻ വെക്കുന്നവർക്കറിയാം. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എർബാപുര വലിയ അറിവില്ല. ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് സിട്രസ്, ഫ്രൂട്ടി, ഫ്രഷ്, സ്വീറ്റ്, അക്വാറ്റിക്, ഫ്രഷ് സ്പൈസി, ഓസോണിക്, വാം സ്പൈസി, മസ്കി, വാനില. ഇതൊരു മുഴുവനും തുടക്കം മുതൽ അവസാനം വരെയും ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിലല്ലേ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സെർജോഫ് എർബാപുര. അപ്പോൾ സെർജോഫിന്റെ ബോക്സ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. സാധാരണ സിമ്പിൾ ബോക്സ് ഡിസൈൻ ആണ്. ഇതൊരു സ്കാർഫിന്റെ തീമിലാണ് അവര് അകത്തെ കളർ കൊടുത്തിട്ടുള്ളത്. വേറൊന്നുമില്ല, ബോട്ടിലിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ബോക്സിനെ കുറിച്ച് പറയാൻ ബാച്ച് കോഡ് 25423N. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. 100 ml ആണ് അളവ്. ബോട്ടിലിന്റെ കളർ തന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇതൊരു പൂർണ്ണമായും പഴങ്ങളുടെ മണം കൊണ്ടുണ്ടാക്കിയ മണമാണ്. മാംഗോയുടെ കളറാണ്, പഴുത്ത മാങ്ങയുടെ നിറമാണ് ബോട്ടിലിന്റെ കളറിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രൂട്ട്സിന്റെ മണമാണ് തുടക്കം മുതൽ അവസാനം വരെ. ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവർ വാങ്ങേണ്ട തീർച്ചയായും നമ്മുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് ഷെൽഫിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. ഇനി ബോട്ടില് പ്രത്യേകിച്ച് പറയുന്നതിലെ ക്യാപ്പ് വരുന്നത് സെർജോഫിന്റെ കട്ടിയുള്ള മെറ്റൽ ക്യാപ്പ്. ഇവിടെ സെർജോഫിന്റെ ലോഗോ കാണാം. വേറൊന്നുമില്ല. ഇനി ഇത് ചേർത്തിരിക്കുന്ന ഓരോ നോട്ടും ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. ലെമൺ ചേർത്തിരിക്കുന്ന നാരകമായിക്കോട്ടെ, ഇറ്റലിയിലെ അമാൽഫിയുടെ തീരത്ത് വിളയുന്ന ലെമൺ ആണ് ചേർത്തിരിക്കുന്നത്. ബെർഗാമോ എടുത്തിരിക്കുന്ന കലാബ്രിയ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നെടുത്ത ബെർഗാമോ ആണ് ചേർത്തിരിക്കുന്നത്. ഓറഞ്ച് ആണെങ്കിൽ ബ്രസീലിയൻ ഓറഞ്ച്. അപ്പോൾ ഓരോ നാടിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് ആ നാടിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഏറ്റവും ക്വാളിറ്റി ഏതാണ് ബെസ്റ്റ് അതാണ് ചേർത്തിരിക്കുന്നത്. ജിഞ്ചർ നോട്ട് ചേർത്തിട്ടുണ്ട്, ഗ്രീൻ ആപ്പിൾ ചേർത്തിട്ടുണ്ട്. ഏലക്ക വരുന്നത് ഗ്വാട്ടിമാലയിൽ വിളയുന്ന ഏലക്കയാണ്. മഡഗാസ്കറിൽ വിളയുന്ന വാനില, മഡഗാസ്കർ വാനില, അത് കുറച്ചുകൂടി സ്മോക്കി വാനില അല്ല. മഡഗാസ്കർ വാനില കുറച്ച് സ്വീറ്റ്, നമ്മൾ സാധാരണ ഐസ്ക്രീമിലൊക്കെ ചേർക്കുന്ന പോലുള്ള വാനില, അല്ലാതെ പുകഞ്ഞ വാനില മണമല്ല. ഓക്കെ, സിനമൺ ചേർത്തിട്ടുണ്ട്. ഇനി പ്രാരംഭിക നോട്ട് നോക്കുമ്പോൾ ടോപ്പ് നോട്ടിൽ ബ്രസീലിയൻ ഓറഞ്ച്, സിസിലിയൻ ലെമൺ. സിസിലി ഇറ്റലിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, നല്ലൊരു സ്ഥലമാണ് സിസിലിയിലെ തീരവും ബീച്ചും കാര്യങ്ങളും. ഇപ്പൊ സിസിലിയിലെ ലെമൺ, കലാബ്രിയൻ, ബെർഗാമോ, ജിഞ്ചർ, മെലൺ, പേർ, ഗ്രീൻ ആപ്പിൾ, സിനമൺ, ഗ്വാട്ടിമാലൻ, കാർഡമം, ക്ലൗസ്, വൈറ്റ് മസ്ക്, മഡഗാസ്കർ വാനില, ആംബർ കൂടി നോട്ട്. ഇത്രയാണ് നോട്ടായിട്ട് വരുന്നത്. ട്രൈ ചെയ്യണം. അതായത് എനിക്ക് ആദ്യത്തെ സ്പ്രേയിൽ മനസ്സിലായി, നമുക്ക് ഒരു 20 ml ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം, ഈ എർബാപുരയിൽ അല്പം സിന്തറ്റിക് ചുവയുണ്ട്, ചെറുതായിട്ടൊരു സിന്തറ്റിക് സ്മെല്ലുണ്ട്. അതെല്ലാം പരിഹരിച്ച് ആ ആർട്ടിഫിഷ്യൽ നോട്ടായിട്ടുള്ള ഓരോ പഴങ്ങളുടെ നോട്ട് മാറ്റിയിട്ടാണ് ഇവര് പേരെടുത്ത് ഓരോ സ്ഥലത്തെയും അവിടെ ഏറ്റവും നന്നായിട്ട് വിളയുന്ന പഴങ്ങൾ ചേർത്ത് വളരെ നാച്ചുറൽ ആയിട്ട് ഇറക്കിയതാണ് എർബാപുര ഗോൾഡ്. അതുകൊണ്ടാണ് അമാൽഫി അല്ലെങ്കിൽ സിസിലിയിലെ ലെമണും കലാബ്രിയനിലെ
ബെർഗാമോ, ഗ്വാട്ടിമാലയിലെ ഏലക്ക, അങ്ങനെ ഓരോ നാടിന്റെ സവിശേഷത ഉൾക്കൊണ്ടിട്ടാണ് അവിടുത്തെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സ് നോട്ട് വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തത്. അപ്പോൾ കഴിവതും ആ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ നോട്ടൊക്കെ മാറ്റി വളരെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള നോട്ടുകൾ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിങ്ങിൽ ഒരു മണം ഇതിനകത്ത് എനിക്ക് നോട്ടിൽ മെൻഷൻ ചെയ്യാത്ത ഒരു മണം എനിക്ക് കിട്ടുന്നുണ്ട്. മാംഗോയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ റോബസ്റ്റ പഴം, ആ ഒരു റോബസ്റ്റ പഴത്തിന്റെ ഒരു മണവും, പിന്നെ ഷമാം ജ്യൂസ് കുടിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു മണം. ആ മണം മുഴുവനായും നമുക്ക് ടോപ്പ് നോട്ടിൽ തന്നെ ആ ബ്രസീലിയൻ ഓറഞ്ചും, സിസിലിയൻ ലെമണും, ബെർഗാമോയും, മാംഗോയും, പിന്നെ ഷമാവും, ലെമണും, പയറും, ഗ്രീൻ ആപ്പിൾ, ഇതെല്ലാം ചൂട് കാലത്ത് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. സലാഡുകളായും ജ്യൂസായും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസായും അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ വരുന്ന ഐസ്ക്രീം ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഈ ചൂട് സമയത്ത്. അപ്പോൾ ആ ചൂട് കാലാവസ്ഥയിൽ വിളയുന്ന എല്ലാ ഫ്രൂട്ട് നോട്ടുകളും ചേർത്ത് സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള പെർഫ്യൂമാണ് എർബ ഗോൾഡ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അറബിക് ക്ലോൺസുകൾ, ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്തു. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണത്. ഒരു കാർ വാങ്ങാൻ പോകുമ്പോൾ പലപ്പോൾ 2 ക്ലാസ് ആയിട്ടല്ലേ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ളത്, പിന്നെ കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ, കോടികൾ അല്ലെങ്കിൽ 50 ലക്ഷം, 45, 60, 70 ലക്ഷം രൂപ വരുന്ന കാറുകൾ വാങ്ങുന്നവർ, ബഡ്ജറ്റിനനുസരിച്ച്. ഇതെന്ന് പറയുന്നത് അതുപോലുള്ള ആളുകൾ, കുറച്ചുകൂടി ബഡ്ജറ്റ് ഉള്ളവർ, എലൈറ്റ് ആയിട്ടുള്ളവർ, മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്നവർ, അവരൊക്കെയാണ് ഈ ഒരു ടൈപ്പ് പെർഫ്യൂം വാങ്ങേണ്ടതും ട്രൈ ചെയ്യേണ്ടത്. ഇതിൽ ട്രൈഡോണിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു എർത്തി, പക്ഷെ എങ്കിലും ഈ അവസാനിക്കുമ്പോഴും ആ ഒരു ഫ്രൂട്ടി നോട്ടൊക്കെ നിലനിർത്തുന്നുണ്ട്. അത് പൂർണ്ണമായി എർത്തി സ്മെല്ലായിട്ട് മാറുന്നില്ല, എങ്കിലും നമുക്ക് ഫ്രൂട്ടി സ്മെല്ല് കിട്ടും. ഇത് ചുരുക്കി പറഞ്ഞാലും മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഓറഞ്ചും നാരങ്ങയും പിന്നെ ആപ്പിളും സബർജല്ലിയും ഷമാമും ഏലക്കയും പിന്നെ റോബസ്റ്റ പഴവും പിന്നെ മാങ്ങയും ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ഐസൊക്കെ ഇട്ട് കുറച്ച് ഐസ്ക്രീമും എടുത്തൊഴിച്ച് അല്പം പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ഷെയ്ക്കാട്ട് അടിച്ചാലുള്ള രുചിയും മണവും എന്താണ്, അതാണ് ഇതിന്റെ മണം. ഇപ്പോൾ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് അല്ല, മിക്സഡ് ഫ്രൂട്ട് ഷെയ്ക്ക്. ഇതൊരു മിൽക്കി നോട്ട് അല്ലെങ്കിൽ വാനില നോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു ഐസ്ക്രീം, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് വെച്ച് ചേർത്ത് വെച്ച ഒരു ഐസ്ക്രീം ഷെയ്ക്ക്. അതെ, ഒരു ഫ്രൂട്ടി ഐസ്ക്രീം ഷെയ്ക്ക് ആണ് ഈ ഒരു പെർഫ്യൂം. വാനില നോട്ട് ചേർത്തിട്ടുമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ഈ ചൂട് സമയത്ത് ഹൈ ഹീറ്റിൽ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. പിന്നെ ചിലരോട് കമന്റിൽ പറഞ്ഞു കല്യാണത്തിന് പോകുമ്പോൾ, കല്യാണം പോലുള്ള ചടങ്ങുകൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം ഇതാണ് കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ അടിക്കേണ്ട സാധനം. ഇപ്പോൾ കല്യാണത്തിന് വധുവാണെങ്കിലും ചെറുക്കനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം കല്യാണം ആ ഒരു ചടങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഉപയോഗിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ്. പിന്നെ ഈ ഫ്രൂട്ടിന്റെ നോട്ടുകളായതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായിട്ടുള്ള നോട്ടുകളാണ്. പെട്ടെന്ന് എല്ലാവർക്കും കിട്ടും. പിന്നെ യുണീക്കാണ്. എർബാപുര ഗോൾഡ് എത്ര പേരുടെ കാണും? വളരെ അപൂർവമായിട്ടുള്ള ആളുകളുടെ കാണും. അപ്പോൾ കാരണം ഒരുപാട് പെർഫ്യൂംസിന്റെ ഒക്കെ ഏറ്റവും വില കൂടിയ പെർഫ്യൂംസ് ആണെങ്കിലും നീഷ് ആണെങ്കിലും അതിന്റെയൊക്കെ ക്ലോണുകൾ, ഇൻസ്പയർഡ് പെർഫ്യൂംസ് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ അടിച്ചിട്ട് പോയാലും നിങ്ങൾ ഇടവും ബലവും നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരുപക്ഷെ ഇതിന്റെ ക്ലോൺ ആയിരിക്കും ഉണ്ടാവുക. ഫലത്തിൽ ഇതെല്ലാം സെയിം സ്മെല്ലായിരിക്കും. അപ്പൊ ആളുകൾക്ക് നമ്മൾ ഒറിജിനൽ വാങ്ങി അടിച്ചു എന്നുള്ള ഒരു ഫീൽ പോലും തോന്നുന്നില്ല. അതേസമയം എർബാപുര ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ അധികം ആളുകളുടെ എത്തിയിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ അടിച്ച ആൾക്കാരുടെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. സോ കല്യാണം, പാർട്ടി ഇതുപോലെ ലൊക്കേഷൻസിലൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. എർബാപുര ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്തവർ ഇത് വാങ്ങുക. ഇതും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എർബാപുരെങ്കിലും വാങ്ങുക. ഈ രണ്ടിന്റെ സ്മെല്ല് സെയിം തന്നെയാണ്. എർബാപുര കുറച്ച് ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് സ്മെല്ലാണെങ്കിൽ ഇത് പൂർണ്ണമായും നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല്. ഓക്കെ, ഇനി ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല ലോങ്ജിവിറ്റി, ഏകദേശം 7 മണിക്കൂറാണ് ലോങ്ജിവിറ്റി ആയിട്ടുള്ളത്. 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയാണ് പ്രൊജക്ഷൻ. 7 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് 3 മണിക്കൂർ കഴിഞ്ഞാൽ പ്രൊജക്ഷൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിലേക്ക് ചുരുങ്ങും. 7 മണിക്കൂർ കഴിഞ്ഞാൽ വസ്ത്രത്തിൽ മണം ഉണ്ടാവും, പക്ഷെ ഒരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണം കിട്ടും. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആണ്. അടിക്കേണ്ട കാലാവസ്ഥ നമുക്ക് ഏത് കാലാവസ്ഥയിൽ അടിക്കാം, ഏത് സീസണിലും അടിക്കാം. ഇപ്പൊ മഴ ഉള്ളപ്പോഴും വെയിലുള്ളപ്പോഴും പുറത്ത് പോകുമ്പോൾ വെയിലത്ത് പോകുമ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. രാത്രിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പകൽ യൂസ് ചെയ്യാം, ഉച്ചക്കടിക്കാം. എല്ലാ സീസണും കൂടി ചേർത്തിട്ട് ഒരു കുപ്പിയിൽ നിറച്ച ഒരു ഫീൽ, ഒരു ഹാപ്പി മൂഡ്. അല്ലെങ്കിൽ ഗോവയിലൊക്കെ ചെലവ് കിട്ടുന്ന ആ ഗോവയിലെ ആ ഒരു വൈബ്, ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ, വിദേശികളും സ്വദേശികളും എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ആടുകയും പാട്ടും നൃത്തവും ആഘോഷവും ആഹാരവും ഫുഡും കൂട്ടുകാരോട്ടുള്ള യാത്രകളും അതൊക്കെയാണ് ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. സോ മുഴുവനായും ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു പെർഫ്യൂമാണ് എർബാപുര ഗോൾഡ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. അടിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടുമ്പ് പറഞ്ഞ പോലെ കല്യാണം, പിന്നെ കൂട്ടുകാരായിട്ടുള്ള പുറത്തുള്ള യാത്രയിൽ, ഷോപ്പിംഗിന് പോകുമ്പോൾ, ഭാര്യയുമായിട്ട് പുറത്ത് പോകുമ്പോൾ, കാമുകിയായിട്ട് പുറത്ത് പോകുമ്പോൾ, സിനിമയ്ക്ക് പോകുമ്പോൾ, ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബമായിട്ട് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, പിക്നിക്കിന് പോകുമ്പോൾ, എന്തെങ്കിലും വെക്കേഷന് പോകുമ്പോൾ, അങ്ങനെ യാത്ര കാറിലും ബൈക്കിലൊക്കെ റൈഡിങ്ങിന് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കണം. അതായത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ സാധനം ഉപയോഗിക്കാം. നമ്മൾ ഡൗൺ ആയാലും നമുക്ക് ഈ ഒരു മണങ്ങൾ, ഇത്തരം മണങ്ങൾ നമ്മളെ ഒരു
സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന മണമാണ്. എന്ത് നെഗറ്റീവ് മൂഡാന്ന് പറഞ്ഞാലും ചില മണങ്ങൾക്ക് നമ്മൾ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റും. വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നാൽ പോലും ഇത്തരം മണങ്ങൾ നമുക്ക് ഒരു സന്തോഷം തരും. അപ്പൊ അത്തരം ഒക്കേഷൻസിൽ യൂസ് ചെയ്യുക. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് 10 സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡ്രൈ ഡൗണിൽ വരുമ്പോൾ, ഡ്രൈ ഡൗൺ അല്ല സോറി, മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പേരക്കയുടെ മണം വരുന്നുണ്ട്. പേരക്ക, നല്ല പഴുത്ത പേരക്ക. നമ്മള് ഈ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചില പേരക്കൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ, പഴുത്ത്. ചിലപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ അണ്ണാൻ കടിച്ച് കീറി ചുവന്നിരിപ്പുണ്ടാവും അല്ലെ, നല്ല ചുവന്നിരിക്കുന്ന നാടൻ പേരക്ക. ആ ഒരു പേരക്കയുടെ മണം അത് ടോപ്പ് നോട്ടിലുണ്ട്. അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഒന്നിപ്പം മിഡിൽ നോട്ടിലേക്ക് കയറിയപ്പോഴും എനിക്ക് ആ ഒരു എന്തോ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു മണം, മാംഗോയുടെ നോട്ടിനോടൊപ്പം തന്നെ വേറൊരു മണം എനിക്ക് നല്ല ഫെമിലിയർ പറയാൻ പറ്റുന്നില്ല. അത് പഴുത്ത പേരക്കയുടെ മണമാണത്. പഴുത്ത പേരക്ക, പഴുത്ത് ചുമന്ന പേരക്ക. ഇപ്പൊ കിട്ടുന്ന ഒരുമാതിരി വിളറ് വെളുത്ത പേരക്കയല്ല. ഞാൻ പറഞ്ഞ മരത്തിലിരുന്ന് പഴുത്ത് അണ്ണാനൊക്കെ കടിച്ചു കീറിയിരിക്കുന്ന പേരക്കയുണ്ട്, പഴുത്തിരിക്കും, ചുമന്നിരിക്കും, ഒരു പർപ്പിൾ കളറിൽ. ആ ഒരു പഴുത്ത പേരക്കയുടെ മണം ചേർത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു കൊതി വരും. പിന്നെ ഇടയ്ക്ക് ഇപ്പം ഈ ദിവസങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു സാധനമാണ് ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന അല്പം ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ് നിങ്ങൾ ചോപ്പാട്ട് ഊത് മലാക്കി. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള ലൊക്കേഷൻസിലൊക്കെ ഒരു ഭയങ്കര സെക്സി ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള വാം സ്പൈസി ടൊബാക്കോ, വാനില, സിനമൺ, പിന്നെ ഊത്. ഊത് എന്ന് പറയുന്നത് തലവരിക്കുന്ന അല്ലെങ്കിൽ മുഖത്ത് ഇട്ടി കിട്ടുന്ന ഊതല്ല, വളരെ ക്വാളിറ്റി ഉള്ള നൈസ് ആയിട്ടുള്ള ഊതാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പെർഫ്യൂംസിന്റെ മാലി ഓജാനായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. ഊത് അല്ലെങ്കിൽ ലൈറ്റ് ഊത് പ്ലസ് സ്പൈസിനെസ്, വാം സ്പൈസി, റിച്ച്, അല്പം എലഗന്റ് ആയിട്ടുള്ളത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഫീൽ കിട്ടണം. അടുത്ത് നിൽക്കുന്ന ഒരാൾ പെർഫ്യൂം അടിച്ചു എന്നൊക്കെ തോന്നിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫ്യൂം ചോപ്പാട്ട് ഊത് മലാക്കി നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പോഴേ ഇവരെ അടുത്തടിക്കണം. കാരണം പള്ളിയിലൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തൊട്ടടുത്ത് നിൽപ്പുണ്ടാവും. മണം ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ പള്ളിയിൽ പോകുമ്പോൾ ആ ഒരു സ്മോക്കി സ്മെല്ലും ടൊബാക്കോയും സ്പൈസിനെസ്സും ഒരു റിച്ച് ആയിട്ടുള്ള സ്മെല്ല് കാറിൽ നിന്ന് ഇറങ്ങി പള്ളിയിലൊക്കെ കയറി പള്ളിയിൽ ഏരിയ മുഴുവനും ഈ ഒരു മണം, ഒരു 8-10 സ്പ്രേ അടിക്കണം. അപ്പൊ ആ സ്ഥലം മുഴുവനും ഊതുമലാക്കിയുടെ മണം കൊണ്ട് നിറയും. പള്ളി പിരിഞ്ഞിട്ട് പിന്നെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോകാനുണ്ടാവും. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ നേരെ പോത്ത് വാങ്ങാൻ പോകാൻ, ഇറച്ചിയൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ പോയി വിസിറ്റ് ഒക്കെ ചെയ്ത് ആ സമയത്തൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുന്ന സാധനമാണ് ചോപ്പാട്ട് ഊതുമലാക്കി. ഇത് ഞാൻ ഡീക്കനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടും ഞാൻ ഡീക്കനായിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അതായത് ഇപ്പൊ പള്ളിയും കാര്യങ്ങളൊക്കെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങാം. രാത്രിയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. രാത്രിയാണെങ്കിൽ വൈകുന്നേരം ഈ രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത്. രാവിലെ ഉച്ചയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ഊതൊന്നും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ 10 ml ആക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. അറ്റ്ലീസ്റ്റ് ഇപ്പം മാർക്കോ സിനിമയിൽ കണ്ടിട്ട് നിങ്ങളത് വാങ്ങണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഹെർബാപുര ഗോൾഡ് ട്രൈ ചെയ്യുക. മോർ നാച്ചുറൽ, ലെസ് സിന്തറ്റിക്. ഏതാണ് ഹെർബാപുര ഗോൾഡ്? എല്ലാ നോട്ടും ഞാൻ ഈ പറഞ്ഞ നോട്ടൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ കിട്ടും. ഒരു 10 ml വാങ്ങിയിട്ട് ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം എടുത്തടിക്കുക. ഹെർബാപുര ഗോൾഡ് ഞാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സമ്മർ ഫ്രഷ് പെർഫ്യൂമാണ്. ചൂടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ വെയിലത്ത് തന്നെ പോകേണ്ട ചടങ്ങുകൾ, ആഘോഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടി വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെയാണ്. ഞാൻ ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ അടിക്കും. എല്ലാവരും ഹവാസും അതും ഇതൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ അതും അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അല്പം വെറൈറ്റി ആയിട്ടുള്ള സാധനം അടിച്ചിട്ട് പോകണം. ഒരു റിച്ച് ഹൈ ക്ലാസ് സ്മെല്ലായിട്ട് മാറുന്ന ഒരു സാധനം. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം. പുതിയ ഗ്രൂപ്പിന്റെ ലിങ്ക്, നമ്മുടെ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് ഏറെക്കുറെ ഫില്ലായി. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതിലാണ് ഞാൻ ഈ ഡീക്കൻ ഒക്കെ ഇടുന്നത്. ഇപ്പം ചിലർ കമന്റ് പറയാറുണ്ട് എവിടെ നിന്ന് വാങ്ങും ഡീക്കൻ. ഞാൻ ഡീക്കൻ ഇടുന്നത് ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല, ഒരു 10-30 പേരെങ്കിലും ഡീക്കൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഗ്രൂപ്പിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതിയ ഗ്രൂപ്പിന്റെ ലിങ്കിൽ ഞാൻ ഇവിടെ കമന്റിൽ മെൻഷൻ ചെയ്യാം. താങ്ക്സ് സോ മച്ച്.